إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز صدق الله مولانا العظيم قال النبي صلى الله عليه وسلم كفى بالموت وعظا قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ ചുരുക്കി പറഞ്ഞാലും ദുഹാലാ ചൂളാ വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോളാ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മബങ്ങന്മാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസം, ഈ മാസത്തിൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഈ സ്ഥാപനം, ഈ നാടിൻ്റെ വെളിച്ചമായ ഈ സ്ഥാപനത്തിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ മജ്ലിസിലാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അള്ളാഹു ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇന്നലെ ഉസ്താദ് വന്നിട്ട് പോയിട്ട് 1 വർഷം തികഞ്ഞു. അപ്പോൾ കറക്റ്റ് 1 വർഷം കഴിഞ്ഞു. അന്ന് ബറാഅത്തിൻ്റെ നോമ്പ് പിടിച്ചുകൊണ്ടാണ് വന്നതെന്ന് തോന്നുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ നാട് ഞാൻ മറക്കൂല. അതിനുള്ള കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, അന്ന് ബറാഅത്തിൻ്റെ നോമ്പ് പിടിച്ച്
നിങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷേ എനിക്കൊരു സാധനം കൊണ്ടുവന്നു, ഒരു വെള്ള ഉണ്ട പോലെ ഇരിക്കണ ഒരു ബോൾ പോലൊരു സാധനം. അതെന്താണെന്നറിയില്ല, എനിക്കത് പെട്ടെന്ന് കണ്ടപ്പം ജയിലിലെ ഉണ്ട ഓർമ്മ വന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഞാനത് ചോദിച്ചു എന്തേന്ന് കിട്ടി. ഇന്ന് കിട്ടിയില്ല. അത് ഇന്ന് ഭക്ഷണം കഴിച്ച് കാടി വെച്ച് എന്താ ഇന്ന സാധനം ഇല്ലേന്ന്. അപ്പം അന്ന് നോമ്പും പിടിച്ച് ക്ഷീണിച്ച് വന്നിട്ട് ഇതെൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു വർഷം വന്നു. അൽഹംദുലില്ലാ ഈ കാണുന്ന മനോഹരമായ കോളേജ് അന്ന് കുട്ടികൾക്കൊക്കെ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് അന്ന് വായി കിടന്ന കുട്ടികൾക്ക് കടക്കാൻ കട്ടില് വാങ്ങിക്കൊടുത്തു, മെത്ത വാങ്ങിക്കൊടുത്തു. ആ കുട്ടികളെ അൽഹംദുലില്ലാ ആ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കുന്ന ഒരു മക്കൾക്ക് നൽകേണ്ട പരിഗണന നിങ്ങൾ നൽകി. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാടില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടാ. ഇവിടെ വന്നിട്ട് ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വന്നതുപോലെയുണ്ട്. നാട്ടിലൊക്കെ ചൂടെന്ന് പറഞ്ഞാൽ ഭയാനകമായ ചൂട്, രാത്രിയും പകലും ഒരവസ്ഥയും കഴിയുന്നില്ല, അത്രയ്ക്കും ചൂട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ മഞ്ഞ്, എല്ലാത്തിലും മഞ്ഞ. അപ്പം എന്താ നല്ല സന്തോഷം, അൽഹംദുലില്ലാ. അപ്പം ആ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ നിങ്ങളെ ഈ മഞ്ഞത്തിരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10 മണിയായി. എത്ര വരെ ഇരിക്കും നിങ്ങളൊക്കെ? എത്ര മണി വരെ ഇരിക്കും? 1 മണി വരെ. അൽഹംദുലില്ലാ അല്ലാഹു നിങ്ങളുടെ നിയ്യത്ത് അൽഹംദുലില്ലാ നല്ല മനസ്സ് ഉണ്ടല്ലോ. 1 മണി വരെ ഒന്നും ഇരിക്കണ്ട, 11:30 വരെ ഇരുന്നാൽ മതി ഇൻഷാ അല്ലാഹ്. 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു നല്ല കാര്യം പറഞ്ഞു അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ശഅബാനിൻ്റെ രാത്രിയിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? അതോ എന്നെ പെരുവഴിയിലിട്ടിട്ട് ഓടുവോ? അവസാനം വരെ കൂടെ ഉണ്ടാവോ? പറചങ്ങാതി ഉണ്ടാവോ? എന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനായ മിത്തബയിൽ ജബ്ബാർ ഉസ്താദ്, ജബ്ബാർ ഉസ്താദിൻ്റെ ഒരു വലിയ പങ്ക് ഈ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലുണ്ട്. അള്ളാഹു ഉസ്താദ് അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഇന്ന് ജബ്ബാർ ഉസ്താദ് ഇല്ലെങ്കിലും ജബ്ബാർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ ഇന്നലെ അൽഹംദുലില്ലാ ആ ഒരു പേരിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ എനിക്ക് ഉസ്താദിൻ്റെ നാട്ടിലായിരുന്നു, ഇന്നലെ മിത്തബയിലായിരുന്നു അയാൾ. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഈ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ അൽഹംദുലില്ലാ ഇന്നലെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു, അത്രയും ജനം. എനിക്ക് തന്നെ വല്ലാത്ത അത്ഭുതം പോയി. അൽഹംദുലില്ലാ. അപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകൻ ഇത്രയും ദൂരെ നമുക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷെയ്ഖുൽ ജാമിയെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ തന്നെ BC റോഡിൽ നിന്ന് ഇവിടെ വരെ വണ്ടിക്കകത്തിരുന്നപ്പോൾ എനിക്ക് തന്നെ വയ്യ. അപ്പോൾ ഞാൻ ഷെയ്ഖുനാട് അവസ്ഥ ഒന്ന് ആലോചിച്ചു. പടച്ചോനെ, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കയറി, ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു ഉസ്താദ് അവറുകൾ ഇന്ന് ഇവിടെ വരെ എത്തി, ഇപ്പം തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാം. ഈ പ്രായമുള്ള സമയത്തൊക്കെ എന്ന് ഈ യാത്രയൊക്കെ അല്ലാഹുവേ പടച്ചോൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. ഒരുപാട് കാലം നമുക്കൊക്കെ നേതൃത്വം നൽകാൻ അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പിരിവിൻ്റെ കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അവനവൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കൊടുക്കുക, നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇരിക്കൂലേ? ഇതപ്പോൾ ഒരു പിണക്കം. ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും തരാനുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ 5 നയാ പൈസ തരാനുണ്ടോ? മനുഷ്യ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ ബഹളവോ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നം ഒന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വർഷം ഇവിടെ വന്നു, ഇപ്പോഴും ഒന്ന് വന്നു, ഇനി ഉണ്ടോയെന്നറിയില്ല.
അപ്പൊ വർഷത്തിൽ ഒരിക്കൽ കാണുമ്പോൾ സ്നേഹമല്ലേ കാണിക്കണ്ട, അതിനിങ്ങനെ വൈരാഗ്യത്തോടെ ഞാൻ നിങ്ങളോട് എന്തോ ദ്രോഹം ചെയ്ത പോലെ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന സന്തോഷത്തോടെ ഇരിക്ക്. ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അതുപോലും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു സദക്ക ചെയ്യും മനുഷ്യ, പൈസയല്ല ചിരിക്കാൻ. ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദക്ക അല്ല. സദക്ക എന്ന് പറഞ്ഞാൽ പൈസയല്ല ചോദിക്കണേ. അള്ളാഹു നമുക്ക് സദക്കയുടെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇവിടെ ഭക്ഷണം ഉണ്ടോ? അപ്പ ബിരിയാണി, അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബിരിയാണിയാണ്, ഹൈദരാബാദ് ബിരിയാണി പോലെയുള്ള, മാഷാ അല്ലാഹ് മന്തി ബിരിയാണി. എന്തായാലും ഇൻഷാ അല്ലാഹ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും ഭക്ഷണമുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു ആരൊക്കെ അതിനു വേണ്ടി സഹായം കൊടുത്തോ അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയത്തിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ഇരിക്കണവർക്ക് ഇങ്ങോട്ട് കയറിയിരിക്കുമെന്ന് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് കയറിയിരിക്കുമോ? ഈ ചങ്ങായിമാരെ, നിങ്ങളോട് ഈ ഇരിക്കണ അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറിയിരുന്നു. എനിക്ക് നിങ്ങളെ കാണാനായി, ഈ ലൈറ്റ് ഉള്ളത് കാരണം കാണുന്നില്ല. ഇങ്ങോട്ട് വാ, ആ ചെയറിട്ട് ഇങ്ങോട്ട്. മലയാള മനുഷ്യർ അങ്ങോട്ട് അടുത്തിരുന്നാൽ മതി. എല്ലാവരും അടുത്തിരുന്നോ? ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ നാട്ടിൽ നാളെയാ ഇലക്ഷൻ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സുകൾ അടുപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. കൂട്ടുകാരില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ചിലപ്പോൾ വാപ്പയായിരിക്കാം ആത്മാർത്ഥ സുഹൃത്ത്, ചിലപ്പോൾ ഉമ്മയായിരിക്കാം, കൂടപ്പിറപ്പുകളായിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം, കുടുംബക്കാരായിരിക്കാം. എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ പറയാറുള്ളത്, എൻ്റെ കൂടപ്പിറപ്പിനേക്കാൾ എനിക്ക് സ്നേഹം ഇവനോടാ, കാരണം ഇവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താ. അതുകൊണ്ടാ ചെറുപ്പക്കാര് പറയുന്നത് ഇവൻ എൻ്റെ ചങ്കാന്നാ പറഞ്ഞത്. ചങ്ക്, കരള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. എങ്കിൽ സത്യത്തിൽ എന്തിനാ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നത്? നിങ്ങളൊരാളെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കുമ്പോൾ, ഈ സഹോദരിമാര് ഒരു പെണ്ണിനെ കൂട്ടുകാരിയാക്കി തിരഞ്ഞെടുക്കുമ്പോൾ, ഈ തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവൻ, അതിനല്ലേ കൂട്ടുകാരൻ. അതാണ് അതാണ് പഴമക്കാര് പറഞ്ഞത്, ഒരു യഥാർത്ഥ കൂട്ടുകാരനെ അറിയണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരണം. ഇത്തിരി സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അല്ലാതെ നിന്റെ കയ്യിൽ ആരോഗ്യവും അധികാരവും പണവും ഉള്ളപ്പോൾ നിന്റെ കൂടെ ഒരുപാട് പേര് കാണും. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ മാത്രമാ. നിന്റെ കയ്യിലുള്ള പണവും നിന്റെ അധികാരവും നിന്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ കൂടെ കിടന്നവർക്ക് പോലും നിന്നെ വേണ്ട, സ്വന്തം മക്കൾക്ക് പോലും നിന്നെ വേണ്ടാതാകുന്നു. അപ്പൊ യഥാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ, നീ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടുപോകുമ്പോൾ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന്റെ, ഒരു സഹായത്തിന്റെ ആവശ്യം നിനക്കുണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അപ്പൊ നമ്മളെല്ലാവരും സുഹൃത്തുക്കളുമായി നടക്കുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നമ്മുടെ വാപ്പയാകട്ടെ, നമ്മുടെ ഉമ്മയാകട്ടെ, നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ, നമ്മുടെ കൂടെ പഠിച്ചവരാകട്ടെ, ഇവരെല്ലാവരും ഒരു ദിവസം പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാ. എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ, ഞാനും നിങ്ങളും എത്ര കണ്ട് സ്നേഹിച്ചാലും ഈ സ്നേഹിക്കുന്നവർ മുഴുവനും ഒരു ദിവസം നമ്മളെ പെരുവഴിയിലിട്ടിട്ട് പോകും, നമ്മളെ കൈയൊടിഞ്ഞിട്ട് പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ സഹായത്തിന്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ കൈയൊടിഞ്ഞിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് കൈയൊടിഞ്ഞിട്ട് പോകുന്ന സമയമെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ,
അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ പടച്ചവനെ, ഒരു ദിവസം നിന്റെ കുടുംബക്കാരെ മുഴുവനും കുളിപ്പിക്കുകയാണ്. അല്ലാഹുവേ ചൂടുവെള്ളത്തിൽ നിന്നയതാ മയ്യത്ത് അവിടുന്ന് കുളിപ്പിക്കുകയാണ്. അവിടുന്ന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് നിന്റെ ജനാസ കുഞ്ഞുങ്ങളെ താങ്ങിയെടുക്കുന്നത് പോലെ നിന്റെ ജനാസ താങ്ങിയെടുത്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോയി കിടത്തുകയാണ്. അല്ലാഹുവേ അവിടുന്ന് കാലിന്റെ വിരലുകൾക്കിടയിൽ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അവരിങ്ങനെ പഞ്ഞുവാരി വെക്കുകയാ. എന്നിട്ട് റബ്ബേ 3 കഷ്ടം തുണിയിലേക്ക് നിന്റെ ജനാസയതാ അവിടുന്ന് പൊതിയുമ്പോ നിന്റെ മൂക്കിന്റെ താരത്തോ പഞ്ഞികെടുത്ത് വെച്ചിട്ട് നീ സ്നേഹിച്ചവർ തന്നെ വിളിച്ചു പറയുകയാ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്ത് പൊതിയാ പോകുകയാണ്. കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവർ കണ്ടോ. അല്ലാഹുവേ മയ്യത്ത് വീട്ടില് മരണ വീട്ടില് വല്ലാത്ത തിരക്കാട്. പടച്ചവനെ നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും ഇടികൊണ്ട് നിന്റെ ജനാസയുടെ മുന്നിലേക്ക് തിരക്ക് കൂട്ടുമ്പോ കുറെ സമയം കഴിയുമ്പോ നീ സ്നേഹിച്ചവര് വിളിച്ചു പറഞ്ഞു, കണ്ടത് മതി പൊതിഞ്ഞുകൊള്ളാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. അവിടെ നിന്ന് നിന്റെ ജനാസ പൊതിയുകയാണ്. അതാ മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെച്ചു, മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെച്ചു. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയം. അപ്പോഴാണ് നിന്റെ ജനാസ എടുത്തു മയ്യത്ത് കട്ടിലിലേക്ക് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ വീടിന്റെ അകത്ത് കിടന്ന നിന്റെ ഭാര്യ, നിന്റെ സഹോദരി, നിന്റെ മാതാപിതാക്കള്, നിന്റെ കുടുംബക്കാര്, പടച്ചവന് എല്ലാവരും നെഞ്ച് പൊട്ടികെട്ട് കിടന്ന് കരയുന്ന സമയമാ. അവസാനം 6 പേര് മയ്യത്ത് കട്ടിലെടുത്ത് തോളിൽ വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിലേക്ക് ചുമന്നു കൊണ്ടുവന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. പള്ളിപ്പറമ്പിൽ നിനക്കൊരു കുഴിയെടുത്തിട്ടുണ്ട്. അതാ പള്ളിപ്പറമ്പിൽ ഒരു കബറെടുത്തിട്ടിരിക്കുകയാണ്. പണക്കാരനും പാവപ്പെട്ടവനും ഒരേ ഒരു മോഡല്. ഖിയാമത്ത് നാൾ വരെ മോഡല് മാറൂല. എത്ര പണമുണ്ടായാലും ഈ ലോകം എത്ര വളർന്നാല് കബറിന്റെ മോഡല് മാറാറില്ല. അതാ പച്ചമണ്ണിലേക്ക് 2 പേര് കബറിന്റെ അകത്തിറങ്ങി. നിന്റെ ജനാസ എവിടെ നിന്ന് അതാ അവര് വാങ്ങുകയാണ്. അതാ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു. തലയിലും നടുവിലും കാലിലും കെട്ടിയിരുന്ന കെട്ടുകളടിച്ചു. കിബിലയുടെ ഭാഗത്തേക്ക് തല തിരിച്ചു വെച്ചു. അവിടെ നിന്ന് ചോദിക്കുന്നു, കുടുംബക്കാരെവിടെ? മോനെ, വാപ്പയുടെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി താടാ. നിറകണ്ണുകളോടെ മക്കള് മണ്ണ് വാരി കൊടുത്തു. അവസാനം അവര് കബറിന്റെ മുകളിൽ കയറി പലകയെടുത്ത് നിരത്തുകയാണ്. അത് കഴിഞ്ഞാ റബ്ബേ അതാ കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുകയാണ്. കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുകയാ. ഇന്ന് പള്ളിപ്പറമ്പിൽ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടുന്നത് കണ്ട ഒരു മത്സരം നടക്കുന്നത് പോലെയാണ്. ഒരു മത്സരം നടക്കുന്നത് പോലെ, എന്തോ ഒരു ആഘോഷം ചെയ്യുന്നത് പോലെ കബറിന്റെ അകത്തേക്ക് മണ്ണ് വാരിയിടുന്ന ഒരു രംഗമുണ്ട്. സഹോദരാ, വെറുതെയല്ല മണ്ണ് വാരിയിടാൻ പറഞ്ഞത്. നിന്നെ പോലെ വിചാരമുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അവന്റെ നെഞ്ചിലേക്ക് മണ്ണ് വാരിയിടുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വെറുതെയല്ല മണ്ണ് വാരിയിടേണ്ടത്. പഠിക്കാൻ 3 പാഠങ്ങളാണ്. നിനക്ക് ചിന്തിക്കാൻ 3 ഗുണപാഠമുണ്ടടാ. എല്ലാവരും അവസാനം കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു. അതാ കബർ മനോഹരമായി ഒരുക്കുകയാണ്. നിന്റെ കബർ മനോഹരമായി ഒരുക്കി. അത് കഴിയുമ്പോ നിന്റെ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കണമല്ലോ.
ഒരു ചെടി നടണമല്ലോ. പടച്ചവനെ, അതാ ചെടി നമ്മൾ കൊണ്ടുപോകാറില്ല. അധികം മക്കളും മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ നടാനുള്ള ചെടി പോലും കൊണ്ടുപോകൂല. ഒരു ചെടി പോലും നിന്റെ പറമ്പിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന് ഒരു ചെടി പോലും നീ കൊണ്ടുപോകൂല. അവസാനം അടുത്തവന്റെ കബറിൽ നിന്ന് മോഷ്ടിക്കുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അതിന്റെ ഒരു കമ്പ് അനുവാദമില്ലാതെ നീ ഒടിച്ചെടുത്തിട്ട് നിന്റെ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് നീ പറയുന്നു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട് എല്ലാവരും നിന്നോട് സലാം പറഞ്ഞിട്ട് പിരിയുകയാണ്. എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിയുകയാ. നീ സ്നേഹിച്ചവര് മുഴുവനും നിനക്ക് ജീവിതത്തിൽ ഒരു സഹായത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം വന്നപ്പോ പള്ളിപ്പറമ്പിൽ ഒരു കുടിക്കകത്ത് കൊണ്ടിട്ടിട്ട് എല്ലാവരും നിന്നെ പിരിഞ്ഞു പോകുമെങ്കിൽ സഹോദരാ, അവരാണോ യഥാർത്ഥ കൂട്ടുകാര്? യഥാർത്ഥ കൂട്ടുകാരനാണെങ്കിൽ ഉസ്താദേ, എന്റെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ വാപ്പാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് മകനാണ് പള്ളിപ്പറമ്പിൽ മാതാവിന്റെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? ഏത് പെണ്ണാണ് ഭർത്താവിന്റെ കബറിന്റെ ചാരത്തിരിക്കുന്നത്? എന്റെ പൊന്നുമോൻ എന്റെ ജീവനാ ഉസ്താദേ എന്ന് പറയുന്ന പൊന്നുമോന്റെ കബറിന്റെ ചാരത്ത് ഏത് ഉമ്മയാണിരിക്കുന്നത്? ഒരാളും പള്ളിപ്പറമ്പിൽ ഇരിക്കുന്നില്ല, ഇരിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും നിന്നെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകുമ്പോ, എല്ലാവരും നിന്നെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് വലിയ പ്രയോജനമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്നൊരു കൂട്ടുകാരനെ പറഞ്ഞു തന്നു. നിങ്ങൾ ആരെങ്കിലും അവരെ ഫ്രണ്ട്സ് ആക്കാൻ കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്ത് ഈ പറയുന്ന ഒരു വിഭാഗമായാൽ അവര് ദുനിയാവിൽ നിന്റെ കൂടെയുണ്ട്. അവര് നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതാ മരണസമയത്ത് നിന്റെ കൂടെയുണ്ട്, ഖബറിന്റെ അകത്ത് നിന്റെ കൂടെയുണ്ട്, പരലോകത്ത് നിന്റെ കൂടെയുണ്ട്, സിറാത്ത് എന്ന പാലത്തിൽ നിന്റെ കൂടെയുണ്ട്, മീസാൻ എന്ന ത്രാസിൽ നിന്റെ മുന്നിലുണ്ട്. ആ കൂട്ടുകാര് നിന്നെ സ്വർഗം വരെ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദ്, എൻ്റെ വാപ്പായിക്ക്, എൻ്റെ വാപ്പാനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ ഉമ്മച്ചി എനിക്ക് വല്ലാത്ത ഇഷ്ടം. ചില ഉമ്മ പറയും, എൻ്റെ മോൻ എൻ്റെ ജീവൻ ഉസ്താദ്, ഇവനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് പറ്റൂല. ചില ഭാര്യമാര് പറയും, എൻ്റെ ഭർത്താവില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഉസ്താദ്, എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. എന്നാൽ ഈ പള്ളിപ്പറമ്പിൽ ഈ പറഞ്ഞ വാപ്പ കിടപ്പുണ്ട്, ഉമ്മ കിടക്കുന്നുണ്ട്, ഭാര്യ കിടക്കുന്നുണ്ട്, ഭർത്താവ് കിടക്കുന്നുണ്ട്, മക്കള് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരും കബറിൻ്റെ അകത്ത് ഇറങ്ങിയൊന്നും കിടക്കണ്ട. ആ കബറിൻ്റെ മുകളിലെങ്കിലും ഒരു രാത്രിയെങ്കിലും ആരെങ്കിലും ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്ക്, പള്ളിപ്പറമ്പില് മരണപ്പെട്ടു പോയവരുടെ കബറിന്റെ ചാരത്ത് അന്നത്തെ ദിവസമെങ്കിലും കൂടുതൽ, അന്നല്ലേ ഏറ്റവും കൂടുതൽ വിഷമം, അന്നത്തെ ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും അല്ലാഹ് എനിക്ക് രാത്രി വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എൻ്റെ വാപ്പ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പള്ളിപ്പറമ്പിൽ വന്നിരിപ്പുണ്ടോ? ഇരിക്കൂല. ഖിയാമത്ത് നാൾ വരെ ഇരിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും ഒരു വെളിച്ചമില്ലാത്ത, നിങ്ങൾ ആലോചിക്കുക, ഒരു വെളിച്ചമില്ലാത്ത ആര് കാട് പിടിച്ച് കിടക്കാം പള്ളിപ്പറമ്പ്, കാട് പിടിച്ച് കിടക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നും. എനിക്കറിയാം, ഞാൻ പള്ളിപ്പറമ്പ് കണ്ടില്ല, ഇവിടുത്തെ പള്ളിക്കാട് ഞാൻ കണ്ടില്ല, പക്ഷെ കാട് പിടിച്ച് കിടക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്നൊരു സഹോദരി എനിക്ക് മെസ്സേജ് എഴുതിയിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. അവിടെ നിന്ന് ഉസ്താദ്, ഇന്ന് ഉസ്താദ് വഴുതു പറയുന്ന നാട്ടുകാരിയാണ് ഞാൻ. ഉസ്താദ് അവിടെ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കണം, എൻ്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട്,
പക്ഷെ ആ പള്ളിപ്പറമ്പിൽ കയറാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും കാടാന്നാ പറഞ്ഞത്. അത്രയ്ക്കും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് പോകുമ്പോ ഉസ്താദ് ഈ ഒരു കാര്യം പറയണേന്ന് ആ താത്ത എന്നോട് ഓർമ്മപ്പെടുത്തിയതാ. അപ്പൊ പിന്നെ ഞാൻ പള്ളിപ്പറമ്പ് കാടെന്ന് തന്നെ പറഞ്ഞ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഒരു കുഴിക്കകത്ത് ഒരു മനുഷ്യനെ ഇട്ടിട്ട് എല്ലാവരും പോകും. നാട്ടുകാർ മാത്രമല്ല, വാപ്പ, ഭാര്യ, മക്കള്, കൂടപ്പിറപ്പ്, കുടുംബക്കാര് എല്ലാവരും പോകും. അപ്പൊ പിന്നെ ഇവരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ ഇവരുടെ കൂടെ കൂടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മളെ സഹായിക്കുന്നവരുടെ കൂടെയാ കൂടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കൂട്ടുകാരനെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഇവന്റെ കൂടെ നീ കൂടിയാൽ, ഈ കൂട്ടുകാരുടെ കൂടെ നിങ്ങൾ കൂടിയ ദുനിയാവിൽ നിന്റെ കൂടെ ഇങ്ങനെ നടക്കും. ദുആയും ചെയ്ത് ദുനിയാവിൽ നിന്റെ കൂടെ നടക്കും. മരണസമയത്ത് കൂടെ ഉണ്ടാകും, ഖബറിന്റെ അകത്ത് കൂടെ ഉണ്ടാകും. ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഖബറിന്റെ മുന്നിൽ നിന്റെ കൂടെ ഉണ്ടാകും, സിറാത്തിലുണ്ടാകും, മീസാനിലുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവിട്ടിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരുടെ കൂടെ കൂടണം. അവരാരാ? അവർക്കുള്ള യോഗ്യത എന്താ? അവര് കള്ളു കുടിച്ചവരല്ല, വ്യഭിചരിക്കുന്നവരല്ല, പലിശ തിന്നവരല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ നന്മയല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യാത്തവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറഞ്ഞിട്ടില്ല, പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവരുടെ കൂടെ കൂടിയ അവരുടെ കയ്യിൽ പിടിച്ചു സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയുമോ? അള്ളാഹുവിൻ്റെ സൈന്യം, അള്ളാഹുവിൻ്റെ മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ മലക്കുകൾ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് മലക്കിനെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? പറ്റും. നീ നിന്റെ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് ആരെയാ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ടത് ഒരു മലക്കിനെയാണ്. എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് 3 മാസമായപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എനിക്ക് റൂഹൂതി, സിറാജെ എന്നെ പരിചയപ്പെടാ, സിറാജെ നിന്റെ റിസ്ക് മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം എല്ലാം എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഒരു മലക്ക് വന്ന് എഴുതി എന്നെ പരിചയപ്പെട്ടു. 32 കൊല്ലം കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുക. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല. ഈ 2 ചുമലിയിരിക്കണ മലക്കുകളാ. ഒരു സെക്കൻഡെങ്കിലും ഇവരിറങ്ങും. നിങ്ങളുടെ ചുമലിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുന്നത് ഈ 2 ചുമലിലിരിക്കുന്ന മലക്ക, അല്ലാതെ നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മയല്ല, നിന്റെ ഭാര്യയോ മക്കളോ അല്ല, മലക്കുകളാ. ഇനി നീ മരിച്ച ആദ്യം കരയുന്നതാരാ? അപ്പോഴും വാപ്പായും ഉമ്മയല്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം കരയുന്നത് അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നു. അങ്ങോട്ട് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഈ മലക്കുകൾ കരയാ. അള്ളാഹുവേ, ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു പോയല്ലോ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടുകാരൻ പോകുകയാണല്ലോ റഹ്മാനെ. കരയുമ്പോൾ അല്ല പറയുവത്രേ, എന്നാ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇബാദത്ത്, നിങ്ങൾ 2 പേരും ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ നിന്ന് ഇബാദത്ത് ചെയ്യും. ആർക്ക് വേണ്ടി? നിന്റെ കൂട്ടുകാരന് വേണ്ടി, നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ ഇബാദത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പം മലക്കുകളെ കൂട്ടുകാരാക്കി നമുക്ക് തിരഞ്ഞെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പരിശ്രമിച്ചൂടെ? മലക്കുകളെ സ്നേഹിക്കുന്ന വിഭാഗമാകാൻ ഒന്ന് പരിശ്രമിച്ചൂടെ? ചങ്ങാതിമാരെ, പരിശ്രമിച്ചൂടെ? മലയാളം മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ എങ്ങനെ ഇരിക്കണേ? നിങ്ങളെ കൊണ്ട് പറ്റുമോ മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗമാകാൻ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലക്കുകൾ സ്നേഹിക്കണം. മലക്കുകൾ സ്നേഹിച്ച നിന്റെ പേര് മലക്കിനറിയാം, നിന്റെ വീട്, നിന്റെ കുടുംബം, നിന്നെക്കുറിച്ച് എല്ലാ മലക്കുകൾക്കും പരിചയമാണ്. നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും മലക്കുകൾക്ക് മുഴുവനും അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അപ്പം മലക്കുകൾ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങനെ നടന്നാൽ സ്നേഹിക്കോ? പറ, ഇങ്ങനെ നടന്നാൽ നമ്മളെ മലക്ക് സ്നേഹിക്കോ?
ചങ്ങാതിമാരെ സ്നേഹിക്കോ? സ്നേഹിക്കൂല. പിന്നെ ആരാ സ്നേഹിക്കുന്നത്? ശൈത്താൻ. നമ്മള് മലക്കല്ല സ്നേഹിക്കുന്നത്, നമ്മളെ ശൈത്താനാ സ്നേഹിക്കുന്നത്. അതാ അവൻ തലയിൽ കയറിയിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അവന്റെ ചതിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകൾ ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ, മലക്കുകൾ ഒരു മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ, മലക്കുകൾ ഒരു മനുഷ്യനെ സിയാറത്ത് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വരണമെങ്കിൽ, മലക്കിന്റെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ 6 നല്ല സ്വഭാവം ആർക്കുണ്ടോ അവനെ മലക്കിന് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 നല്ല സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, ഓരോന്നെടുത്തോ, 6 വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന 6 നല്ല ഗുണങ്ങളിൽ ഏതെങ്കിലും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ മലക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പം 10:20 ഇൻഷാ അല്ലാഹ് കറക്റ്റ് 1 മണിക്കൂറും 5 മിനിറ്റും ഉണ്ട്. എത്ര എണ്ണം പറയാൻ പറ്റുമോ അത് പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്കാ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? ചോദിക്കുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം അല്ലാഹുവേ, പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്കെങ്ങനെ അറിയാ ജിബ്രീലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ, ആരാ അബൂദർ? ആരാ? സമ്പന്നനല്ല, പടച്ചവനെ മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാ. ഒരു ദിവസം ഒരു കാരക്ക പോലും കഴിക്കാനില്ലാത്ത, ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു മാറ്റാൻ വസ്ത്രമില്ലാത്ത, പടച്ചവനെ കാലിന്റെ ചെടിയതാ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു മണൽത്തരി പോലും സ്വന്തമായിട്ട് ഈ ഭൂമിയിലില്ലാത്ത, അതാ പടച്ചവനെ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ആ പോകുന്നത് അബൂദറല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, എന്റെ അബൂദറിനെ നിനക്കെങ്ങനെ അറിയാ? ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഇ അശ്ഹറു ഫിൽ അർളി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഈ ഭൂമിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. നാട്ടുകാർക്ക് മുഴുവനും ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയണമെന്നില്ല. പക്ഷേ ആകാശ ലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും ആ ചെറുപ്പക്കാരനെ പരിചയമുണ്ട് നബിയേ. ആ ചെറുപ്പക്കാരനെ അറിയാത്ത മലക്കുകളില്ല. ഈ സദസ്സിലിരിക്കുന്നവര്, ഈ നാട്ടുകാർക്ക് നിന്നെ അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കിനെ നിന്നെ അറിയാ. മലക്കിന് നിന്നെ നല്ല പരിചയമാണ്. മലക്കിന് നിന്റെ പേരറിയാ, നിന്റെ വീടറിയാ, നിന്നെ കാണാൻ മലക്കുകൾ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കും,
ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അബൂദർ എന്ന് പറയുന്ന പട്ടിണി കൊണ്ട് കടിക്കുന്ന പാവപ്പെട്ടവനെ മലക്കുകൾ സ്നേഹിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരനൊരു നല്ല ഗുണമുണ്ട് നബിയേ, ഒരു നല്ല സ്വഭാവമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അതാ ചെറുപ്പക്കാരനൊരു നല്ല സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ് മലക്കുകൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ നല്ല സ്വഭാവം എന്താ? മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു സ്വഭാവമുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയായിരുന്നു. ഈ ദുനിയാവിനോട് സ്നേഹമില്ല, ഈ ദുനിയാവിനോട് മോഹമില്ല, ഈ ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. ഈ ദുനിയാവിനെ വെറുപ്പായിരുന്നു, ഈ ദുനിയാവിനെ വെറുപ്പായിരുന്നു. പണത്തിനോട് മോഹമില്ല, അധികാരത്തോട് മോഹമില്ല, കൊട്ടാരങ്ങളോട് മോഹമില്ല, പെണ്ണുങ്ങളോട് മോഹമില്ല. ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആ ചെറുപ്പക്കാരൻ ആഖിറത്തിനെ സ്നേഹിക്കുന്നവനാണ് നബിയേ. അല്ലാഹുവേ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന്, ആ മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. നമ്മൾ ആഖിറത്തിനെ മറന്നു, മരണം മുതലുള്ള ജീവിതത്തെ നമ്മൾ മറന്നു. ഈ ജീവിക്കുന്ന ദുനിയാവിൽ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ദുനിയാവിനെ സ്നേഹിച്ച് നടക്കുകയാ. നമുക്കൊന്നിനും സമയമില്ല, നിസ്കരിക്കാൻ പോലും സമയമില്ല. അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. എത്ര പേരാ നിസ്കരിക്കുന്നത്? പള്ളിയുടെ പരിസരത്തിരുന്നാൽ, പള്ളിയുടെ മുന്നിലിരുന്നാൽ പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീടിന്റെ അകത്ത് കേൾക്കാം. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും പള്ളിയിൽ പോകാത്തവരാ, നമ്മളിൽ പലരും നിസ്കരിക്കാത്തവരാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനെ ഞാനും നിങ്ങളും മറന്നു പോകുമ്പോ അല്ലാഹു പറയുകയാ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. പള്ളിയിൽ നമസ്കരിക്കാൻ മടി കാണിച്ചിട്ട് കടയിലിരിക്കുന്ന കച്ചവടക്കാരാ, പള്ളിയിൽ പോകാത്ത എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാര്, 2 നിലയുള്ള വീടിന്റെ മുന്നിൽ വെറുതെ ഇരുന്നാൽ പള്ളിയിൽ പോകൂല എങ്കിൽ അല്ലാഹു പറയുകയാ, നിന്നെ പള്ളിയുടെ മുന്നിൽ അല്ലാഹു കൊണ്ടിരുത്തുകയാണ്. ഒരു ദിവസം നീ പള്ളിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഭാര്യ മക്കളുമുണ്ട്. എന്തിനാ നമസ്കരിക്കാറില്ല? പള്ളിയുടെ മുന്നിൽ വന്ന് തോർത്ത് വിരിച്ചിരുന്ന് യാചിക്കുകയാ. അല്ലാഹുവിന് അതിനും കഴിവുണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന് അതിനും കഴിവുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടൂ. മന്നസ്ബഹ മിൻകും, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ 4 ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആരെങ്കിലും അല്ലാഹുവിനെ മറന്നിട്ട് ഈ ദുനിയാവിനെ സ്നേഹിച്ച, പണം, അധികാരം, കൊട്ടാരങ്ങൾ ഇതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നിനക്ക് അല്ലാഹു 4 ശിക്ഷ നിന്റെ ഹൃദയത്തിൽ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ 4 ശിക്ഷ ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇല്ലേ? എനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയൂ.
ഇത് ഓരോ മനുഷ്യനും അറിയൂ. ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കേ അറിയൂ, നിങ്ങൾക്കറിയൂല. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേ അറിയൂ. ഈ പറയുന്ന 4 ശിക്ഷ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അള്ളാനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിക്കുന്നവനാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് കേട്ടോ, അള്ളാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലത്തും നിന്റെ ദുഃഖം മാറില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിന്റെ ദുഃഖം മാറൂല. നിന്റെ നാവ് കൊണ്ട് ഒരിക്കൽ പോലും നീ പറയത്തില്ല ഞാൻ സന്തോഷത്തിലാണ്. നിനക്ക് സമാധാനം അല്ലാഹു തരൂല, നിനക്ക് അല്ലാഹു സന്തോഷം തരൂല. നിന്നെ റബ്ബ് ഒരുക്കും മനുഷ്യ. ഒരു കാലത്തും നിന്റെ വേദന മാറൂല. കാരണം നീ അല്ലാഹനെ മറന്നവനാ. നീ പടച്ച റബ്ബിനെ മറന്നിട്ട് ഈ കണ്ട ദുനിയാവിനെ സ്നേഹിച്ചപ്പോ അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, ഒരു കാലത്തും നിന്റെ ദുഃഖം മരിക്കുന്നത് വരെ മാറില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. എന്തേ ഉസ്താദേ എൻ്റെ കഷ്ടപ്പാട് മാറാത്തെ? എന്തേ ഉസ്താദേ എൻ്റെ രോഗങ്ങളും എൻ്റെ പ്രയാസങ്ങളും മാറാത്തതെന്തേ? അത് നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വശുഗലല്ലാ യതബറഉ മിൻഹു അബദാ. എപ്പോഴും ഒരു കാലത്തും തീരാത്ത ജോലി. നിന്റെ അടുക്ക ചോദിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ പറയും ബിസിയാ. എന്ത് കാര്യം ചോദിച്ചാലും ബിസി. നേരെ ചൊവ്വ ഭക്ഷണം കഴിക്കാൻ സമയമില്ല. സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടോ? ഇല്ല. നേരത്തെ കാലത്തെ കടന്ന് ഉറങ്ങാൻ സമയമുണ്ടോ? ഇല്ല. കെട്ടിയ പെണ്ണും പിള്ളയുടെ കൂടെ കിടന്നിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സമയമുണ്ടോ? ഇല്ല. ജന്മം കൊടുത്ത മക്കളുടെ കൂടെ ഇരുന്നിട്ട് ഒരു നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരെ ഒന്ന് സ്നേഹിക്കാൻ സമയമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ സമയമുണ്ടോ? ഇല്ല. നിന്റെ ജോലി ഈ യന്ത്രം കറങ്ങുന്ന പോലെ അല്ലാഹു നിന്നെ കറക്കിക്കൊണ്ടേയിരിക്കും. മരിക്കുന്ന കാലം വരെ നിന്റെ ജോലി അല്ലാഹു നിനക്ക് ജോലി തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിനക്കൊന്നിനും സമയം കിട്ടൂല. ഒരു കാര്യത്തിന് നിനക്ക് സമയമില്ല. ബിസി 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 ഇങ്ങനെ നടക്കും. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം മാറില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരു കാലത്തും മാറൂല. ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം മാറൂല. പടച്ചവനെ ഉസ്താദേ, എന്തേ ഉസ്താദേ ഏത് കച്ചവടം തുടങ്ങിയാലും പൊട്ടുന്നത്? ഞാൻ എത്ര ബിസിനസ് ചെയ്തു, ഒന്നുപോലും നേരെയാകുന്നില്ലല്ലോ. എത്ര കാലം കൊണ്ട് ഞാനൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ലല്ലോ ഉസ്താദേ. ഇതൊക്കെ എന്തേ? നീ ദുനിയാവിനെ സ്നേഹിച്ചപ്പോൾ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. 4, നിനക്ക് എത്ര കിട്ടിയാലും തികയത്തില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിന്റെ ആഗ്രഹം ഒരു കാലത്തും മാറൂല. ഈ ലോകം മുഴുവനും നിന്റെ കൈ വെച്ച് തന്നാലും നിന്റെ ആർത്തി തീരൂല. പിന്നെ നീ പറയും അടുത്ത ആകാശം കൂടെ എനിക്ക് വേണമെന്ന് പറയും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 4 ശിക്ഷ ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പാവപ്പെട്ടവനാണ്. പക്ഷേ തന്റെ കയ്യിൽ എന്ത് കിട്ടിയാൽ അത് പാവങ്ങൾക്ക് കൊടുക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്. പഠിച്ചവനെ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. പണത്തിനോട് യാതൊരാർത്തിയുമില്ല, കൊട്ടാരങ്ങളോട് യാതൊരാർത്തിയുമില്ല. പഠിച്ചവനെ, ആരെങ്കിലും തന്റെ കയ്യിലെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടാൽ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ പോയിട്ട് പറയുമായിരുന്നു, നാളെയെല്ലാം പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിന്റെ കഴുത്തിൽ തീയായി ഇത് മുഴുവനും തൂക്കിയിടുമെന്ന് അവിടുന്ന് വഅദ് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് പണത്തിനോട് വല്ലാത്ത കൊതിയാണ്. ചില പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. എങ്കിലും പെങ്ങളെ, പണത്തിനെ ആഗ്രഹിക്കല്ലേ, പണത്തിനോടുള്ള ആർത്തി കാണിക്കല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അതാ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറയുകയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. മുത്തുനബിയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ആ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുകയാ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. നിനക്ക് സ്വർഗം കിട്ടാൻ നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാര്, നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണിന്റെ അടുക്ക ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? രാവിലെ ജോലിക്ക് വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വിറക് വെട്ടുന്ന പാവപ്പെട്ടവനാണ്, വിറക് വെട്ടുകാരനാണ്. രാവിലെ തന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഭാര്യ ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ, ഭാര്യ ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇക്കാ വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ, ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണിക്കാ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്. ഈ വീട്ടിലേക്ക് ഹറാമിന്റെ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, അതാ ലോട്ടറി അടിച്ച കാശുമായി കടന്നു വരരുത്, ഒരാളെയും പറ്റിച്ച പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ. ആ ഹറാമിന്റെ പൈസ കൊടുത്തു വാങ്ങിയ ഒരു ഭക്ഷണവും ഈ വീടിന്റെ അകത്ത് കൊണ്ടുവരല്ലേ എന്ന് ഭർത്താവിനോട് എല്ലാ ദിവസവും രാവിലെ പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നമ്മുടെ ഭാര്യമാര് പറയുവോ ചെറുപ്പക്കാരാ, നമ്മുടെ ഭാര്യമാരങ്ങനെ പറയുവോ? ഇന്ന് പെണ്ണുങ്ങൾ പറയും, യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ മതിയെന്ന് പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ ആ പെണ്ണങ്ങനെ പറയാറുള്ള കാരണം എന്താ? ഭർത്താവിനെ ഓർമ്മപ്പെടുത്താറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഏത് വീട്ടിലാണോ ഹറാമായ പണമുള്ളത്, ഏത് വീട്ടിലാണോ ഹറാമായ സമ്പത്തുള്ളത്, ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണെ, നീ വിധവയായി പോകുമടി. ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ, പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ, ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ. ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ മയ്യത്ത് കാണാ ഒരുങ്ങിയിരുന്നോ പെണ്ണേ. അല്ലാഹുവേ, അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പണത്തിനോട് യാതൊരു ആർത്തിയുമില്ല, പണത്തിനോട് യാതൊരു ആർത്തിയുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പഠിച്ചവനെ 10ഉം 12ഉം വയസ്സുള്ള മക്കളുണ്ടല്ലോ, 10ഉം 12ഉം വയസ്സുള്ള മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്ന് ഖുർആൻ പഠിക്കേണ്ട സമയമാണ്, വെക്കേഷന്റെ സമയം, വെക്കേഷന്റെ സമയം. അല്ലാഹുവേ, പള്ളിയിൽ പോയി ഖുർആൻ പഠിക്കേണ്ട സമയം, നിസ്കരിക്കാൻ പഠിക്കേണ്ട സമയം. ഈ പുണ്യമായ ഈ ഒരു മാസം ലീവ് കിട്ടുന്ന ഈ സമയത്ത് ഉമ്മയും ബാപ്പയും മക്കളോട് പറയുന്നത് എന്തെന്നറിയുവോ? ഇന്ന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കാഴ്ച കാണാ. 12 വയസ്സുള്ള മകൻ, 13 വയസ്സുള്ള മകൻ ഒരു ബെഞ്ചും ഡെസ്കും പിടിച്ച് റോഡിന്റെ സൈഡിലിട്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക കച്ചവടം നടത്തുകയാ, മാങ്ങ ഉപ്പിലിട്ടിട്ട് വിറ്റുകയാണ്. എന്തിനാ പടച്ചവനെ പണമുണ്ടാക്കാറ്? എന്റെ പ്രിയപ്പെട്ടവരെ, 10 വയസ്സുകാരൻ, 12 വയസ്സുകാരൻ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉമ്മയും ബാപ്പയും പണത്തിനോടുള്ള ആർത്തിയാ കൊടുക്കുന്നത്. അവനോട് പണത്തിന് അല്ലാഹനെ കുറിച്ചോ മുത്തുനബിയെ കുറിച്ചോ ദീനിനെ കുറിച്ചോ പഠിപ്പിക്കാനല്ല ആർത്തിയുള്ളത്. പണമുണ്ടാക്കാൻ മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ മഹാനായ അബൂദർ അൽ ഗിഫാരി
അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നപ്പോ, അവിടുത്തെ മരണം അടുത്ത് വന്നപ്പോ എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ്, എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, മക്കളെ വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാനെ ശപിക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ഇന്നു വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല. അല്ലാഹുവേ അവിടെന്ന് പറയുകയാ, എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും, യതീമീങ്ങൾക്ക് കൊടുക്കും, പള്ളികൾക്ക് വേണ്ടി കൊടുക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി 5 നയാ പൈസ വാപ്പ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എന്റെ അവസ്ഥ എന്തെന്നറിയോ മക്കളെ? ഒരു വാപ്പ തന്റെ പിഞ്ചു മക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് മരിക്കുന്നതിന് മുമ്പ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, നീ പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും, എളുപ്പം പണക്കാരനാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന മലക്ക് സ്നേഹിച്ച ചെറുപ്പക്കാർ തന്റെ മക്കളോട് പറയുന്നു, മോനെ വാപ്പ ഇന്ന് മരിച്ചാ ഒരു കഫം തുണി വാങ്ങാൻ 1 രൂപ പോലും എന്റെ കയ്യിലില്ല. ഒരു വാപ്പ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാ, ഈ കിടപ്പിൽ കിടന്ന് ഞാനെങ്ങു മരിച്ചാൽ എടാ ഒരു നല്ല തുണി വാങ്ങാൻ, എന്റെ മയ്യത്ത് പൊതിയാൻ ഒരു തുണി വാങ്ങാൻ എന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല. മോനെ പൈസയില്ല, പൊതിയാൻ ഒരു നല്ല തുണിയുമില്ല, വാപ്പയുടെ മയ്യത്ത് പൊതിയാൻ ഒരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാനില്ല. ഇതാണ് മോനെ വാപ്പയുടെ അവസ്ഥ. അതുകൊണ്ട് വാപ്പ മരിച്ചാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പിതാവ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ മരിച്ച പൊതിയാൻ കഫം തുണി വാങ്ങാൻ പൈസയുമില്ല, തുണിയുമില്ല. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാ മക്കൾ എന്നെ കുളിപ്പിക്കണേ, നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഈ ഉപ്പാന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നവരെ കണ്ടാൽ, അള്ളാന്റെ കഅബാലയം കണ്ടിട്ട് വരുന്ന ആരെയെങ്കിലും കണ്ടാ എന്റെ മക്കള് പറയണം, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഈ കിടക്കുന്നത്, എങ്ങടെ വാപ്പയാണ്, കഫം തുണി വാങ്ങാ പൈസയുമില്ല, പൊതിയാനൊരു നല്ല തുണിയുമില്ല, അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കണേ, വഴിയിൽ കൊണ്ടുവച്ചിട്ട് പറയണേ മക്കളെ. ഇത് പറഞ്ഞിട്ടാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് മരണപ്പെടുന്നത്. അതാ മക്കള് വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു. ആ പിഞ്ചു കുഞ്ഞുങ്ങള് വാപ്പാനെ എങ്ങനെയെങ്കിലും ഭാര്യയും മക്കളും കൂടെ അവിടെന്ന് മയ്യത്ത് ചുമന്നു കൊണ്ടുപോയി റോഡിൽ വെച്ചു, മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ചു. മക്കള് വാപ്പാന്റെ ജനാസയുടെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ഉംറ കഴിഞ്ഞ് ഒരു സംഘം മരുഭൂമിയിലൂടെ നടന്നു വരികയാണ്. ആ സംഘത്തിന്റെ നേതാവാരാ? മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. അതാ പിഞ്ചുമക്കള് വാപ്പയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ കിടക്കുന്നത് മുത്തുനബിയുടെ സ്വഹാബിയാ, നിങ്ങളുടെ വാപ്പയുടെ മയ്യത്ത് പൊതിയാൻ കഫം തുണിയില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാന്റെ ജനാസയൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? പിഞ്ചുമക്കള് കരഞ്ഞുകൊണ്ട് പറയുമ്പോ മഹാനായ സൽമാൻ തങ്ങള് കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ സ്വഹാബി ആരാണ് തമ്പുരാന്? ഒന്നാരാണെന്ന് കാണണമല്ലോ. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദറിൽ ഗഫാരി സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദക്ക റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യവാ.
അവസാനം ഇഹ്റാമിന്റെ വസ്ത്രത്തിന്റെ അകത്ത് മയ്യത്ത് പൊതിഞ്ഞു. അവിടുന്ന് നമസ്കരിച്ചു. അവിടുന്ന് ഖബർ കുടിച്ചിട്ട് ഖബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ ഇതുപോലെ നടന്നത് കൊണ്ടാണ് മലക്ക് സ്നേഹിച്ചത്. ഇതുപോലെ നടന്നത് കൊണ്ടാണ് മലക്ക് സ്നേഹിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ നിന്റെ ബാപ്പ ഒരുപാട് സമ്പത്തുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് വെള്ള തുണിയും പൊതിഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ പോകുന്ന കാഴ്ച കണ്ടവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു. ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു. ഒരുപാട് പേരെ ഈ ദുനിയാവ് ചതിച്ചു. അതുകൊണ്ട് നീ ദുനിയാവിനെ സ്നേഹിക്കല്ലേ മോനെ. മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ഒരു ജീവിതമുണ്ട്. ആ ആഖിറത്തിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന് മലക്കിന് നല്ല പരിചയമാണ്. മലക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. മലക്ക് നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ പടച്ചവനെ സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരു വാപ്പ പറയാ, മോനെ ഒരു രൂപ പോലും ഈ വീടിന്റെ അകത്തില്ല. മക്കൾക്ക് വേണ്ടി വാപ്പ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. കാരണം അല്ല പറഞ്ഞു ഒന്നും കരുതി വെക്കരുതെന്ന്. നാളത്തേക്ക് ഒന്നും കരുതി വെക്കണ്ടെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും വെച്ചിട്ടില്ല. വാപ്പാട് ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ? മരിച്ച പൊതിയാൻ ഒരു തുണി വാങ്ങാൻ പൈസയുമില്ല, ഒരു നല്ല തുണിയില്ല. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചിട്ട് റോഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉംറ കഴിഞ്ഞ് വരുന്ന ആരെങ്കിലും കണ്ടാൽ പറയണം, ആ ഇഹ്റാമിൻ്റെ വസ്ത്രം കൊണ്ട് എൻ്റെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കബറടക്കാൻ. ഇങ്ങനെ നടന്നതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ ജിബിരിയിലും മലക്കുകളും തിരിച്ചറിഞ്ഞത്. പേരും കുടുംബവും അവർക്കറിയാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണത്തിനോടുള്ള ആർത്തി അങ്ങ് കള. സമ്പത്തിനോട് എന്തിനാ ആർത്തി? അധികാരത്തോട് എന്താ ആർത്തി? എൻ്റെ കൊട്ടാരം പോലെ 2 നിലയും 3 നിലയും കോടികൾ മുടക്കി എന്തിനാ കെട്ടാൻ നിൽക്കുന്നത്? ഇതിനോടുള്ള ആർത്തി കളഞ്ഞാൽ നിന്നെ മലക്കുകൾ സ്നേഹിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് എടുത്തോ ഇൻഷാ അല്ലാഹ്. ഒന്നേന്ന് തുടങ്ങിക്കോ. നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തു ബക്കറ്റിൻ്റെ അകത്തിട്ട തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ള മലക്ക് ദുആ ചെയ്യും, അല്ലാ ഉള്ളതിൽ പങ്ക് ഇവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മലക്ക് തലയുടെ മുകളിൽ നിന്ന് ദുആ ചെയ്യും. 37 കുട്ടികൾ പഠിക്കുന്നു. ഈ മക്കളുടെ ചെലവിന് വേണ്ടി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോൾ പോക്കറ്റിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് നീ കൈകെട്ടി ഇങ്ങനെ ഇരിക്കുകയാ. ചിലർ ഉറക്കം നടിക്കും. അപ്പം മലക്ക് ദുആ ചെയ്യും, ഉണ്ടായിട്ടും ഇവൻ കൊടുത്തില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണം അല്ലാ. അല്ല എങ്ങാനും പിടിച്ചു വെച്ച നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. മുത്തഅല്ലിം ഉസ്താദ് ബക്കറ്റും കൊണ്ട് ആരാ പോണത്? നിങ്ങളാ. ഉസ്താദിൻ്റെ സഹോദരിമാരെ കെട്ടിക്കാനല്ല, ഉസ്താദിന് വീട് വെക്കാനല്ല, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ പോയി നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. ധൃതി ഒന്നുമില്ല. തരേണ്ടവരുത്തരും പോയി സമാധാനത്തിൽ മേടിച്ചാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പോക്കറ്റിൽ കൈയിട്. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിൻ്റെ ദുആ കിട്ടണോ ശാപം കിട്ടണോ നിങ്ങൾ തീരുമാനിക്കും. മലക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും, ശപിച്ചാലും സ്വീകരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൈയടിച്ച് പോക്കറ്റിട്ട് നോക്ക്, വല്ല ഇഴജന്തുക്കളും കിടക്കുന്നു. നിങ്ങൾ വെച്ച പൈസ പോക്കറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്ക്. അള്ളാഹുവേ, ആരൊക്കെ സദക്ക കൊടുക്കുന്നു മരിക്കുന്ന കാലം വരെ ഇവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ഉറക്കപ്പറ അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ നീ ദാരിദ്ര്യം കൊടുക്കല്ലേ പടച്ചവനെ. ഒരു പണക്കാരൻ്റെയും വീടിൻ്റെ മുന്നിൽ പോയി നിന്ന് പിരിവെടുക്കണ്ട, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കേണ്ട ഒരു ഗതികേട് അള്ളാഹുവേ ഈ സദക്ക കൊടുക്കുന്നവർക്ക് നീ നൽകല്ലേ തമ്പുരാനെ. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ചൂടില്ല.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പോക്കറ്റ് കൈയിട്ടാ ഇട്ടോ ഇൻഷാ അല്ലാഹ്. ഈ ബക്കറ്റ് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ശൈത്താൻ വന്നിട്ട് എടുത്തത് കൂടെ തിരിച്ച് വെപ്പിച്ചളയും. ശൈത്താൻ അള്ളാഹു ദാരിദ്ര്യത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. ആർക്കെങ്കിലും പിരിവെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരിക്കുന്ന കാലം വരെ ഉസ്താദ് ഒരു സംഘടനയുടെ മുന്നിലും ഒരു കമ്മിറ്റി ഓഫീസിലും പോയി അപേക്ഷ കൊടുത്തിട്ട് കാത്തു നിൽക്കാൻ വയ്യ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാ മനസ്സില്ലാത്തവര് കൈവക്ക്. പലരും കേട്ടില്ല ഞാൻ പറഞ്ഞ എന്താന്ന്, അതാ പൊക്കാത്തേ തോന്നുന്നു. മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ മനസ്സില്ലാത്തവര് കൈവക്കാൻ. മനസ്സിലായോ? അൽഹംദുലില്ലാഹ് എല്ലാവരും പൊക്കി, അതുകൊണ്ട് ഞാനും പൊക്കി. ഇത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എത്ര കാര്യം സൂക്ഷിച്ച 4 കാര്യം സൂക്ഷിച്ച മരിക്കുന്ന കാലം വരെ നീ പേടിക്കണ്ട. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ 4 കാര്യം പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് സൂക്ഷിക്കോ. ഒന്ന് കൈ പൊക്കിക്കേ. ചിലര് പൊക്കൂല. ഇങ്ങനെ പൈസ ചോദിച്ചാലും ഒന്ന് പേടിച്ചിട്ട്. ഇയാള് പൈസ വല്ലതും ചോദിച്ചാലും ഒന്ന് പേടി. എനിക്ക് പൈസ ഒന്നും വേണ്ട, പൈസ ചെലവില്ലാത്ത 4 കാര്യം. 1, നേരെ ഇരുന്ന്. എല്ലാവരും നേരെ ഇരുന്ന്. നാളെ മുതൽ ഖബറിൽ പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം. അവിടെ പിന്നെ റെസ്റ്റ് ആണല്ലോ. ഖിയാമത്ത് നാൾ വരെ കിടക്കാം. ഒറ്റ കിടപ്പ്. അള്ളാഹു ആ കിടപ്പ് നല്ലതുപോലെ ആക്കി തരുമാറാകട്ടെ. ഖബറും കാട്ടി എത്ര വർഷം കിടക്കാം? 10, 100, 500. ഇനിയിപ്പോ ഈസാ നബി വന്നിട്ട് 400 കൊല്ലം ഭരിക്കണം. 40 വർഷം ഭരിക്കണമെന്നല്ലേ ഈസാ നബിയൊക്കെ എന്ന് വരാനാ? അതിനു മുമ്പ് ദജ്ജാൽ വരണ്ടേ? അതിൻ്റെയൊക്കെ തുടക്കമാ. അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല ഭരണാധികാരികൾ നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞാൽ കൊള്ളാം. ശരി, എല്ലാവരും ഇലക്ഷൻ ഇപ്പൊ എല്ലാവരും കാൽക്കുലേഷൻ, ആര് ജയിക്കും. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഇലക്ഷൻ. ഇത്രയും നാടും ഇലക്ഷൻ ആയിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ആരാ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാകളത്തിൽ ഊത്തിങ്ങനെ ചുണ്ടിന്റെ ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന പറയുമ്പോ അപ്പ ഊതാൻ. അതുപോലെ ഓരോ മനുഷ്യനും ഇപ്പം എവിടെ നോക്കിയാലും ചർച്ച, ആര് ജയിക്കും ആര് തോക്കും. ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, നിനക്കൊന്നും ഇല്ലല്ലോ. ആര് ജയിച്ചെന്ന് പറഞ്ഞാലും അസ്രായിൽ നിന്റെ വീട്ടിൽ വരും. ആര് തോറ്റാലും നിന്റെ വീട്ടിൽ വരും. വരുവോ ഇല്ലേ? അസ്രായിൽ നിങ്ങളുടെ വീട്ടിൽ വരുവോ? പറ മനുഷ്യ, വരുവോ? ആര് ജയിച്ചാലും തോറ്റാലും നിന്റെ വീട്ടിൽ അസ്രായിൽ വരും. പിന്നെ വല്ല നേട്ടമുണ്ടോ? എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ തോക്കാതിരിക്കുക. അതന്നെ. നിങ്ങളാരും തോക്കരുത്. നിങ്ങൾ വിജയിക്കണം. ആരാ വിജയിച്ചവൻ? ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഈ തൊണ്ടക്കുഴിയുന്ന റൂഹ് അങ്ങോട്ട് വലിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ നീ ജയിച്ച്, ഇല്ലെങ്കിൽ നീ തോറ്റുപോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ജയിക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ.